നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുമാര ഗുരുദേവനെ കുറിച്ചിട്ടാണ്. കുമാര ഗുരുദേവൻ ഇദ്ദേഹം ജനിച്ചിരിക്കുന്നത് 1879 ഫെബ്രുവരി 17 ജനിച്ച സ്ഥലം ഏതാണെന്ന് നോക്കിക്കോളൂ. ഇരവിപേരൂർ, തിരുവല്ല, പത്തനംതിട്ട ജില്ലയിലാണ് ജനിച്ചത്. പിതാവിന്റെ പേര് കണ്ഠൻ എന്നായിരുന്നു, മാതാവിന്റെ പേര് ലച്ചി എന്നായിരുന്നു, പത്നിയുടെ പേര് ജാനമ്മ എന്നായിരുന്നു. ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമം കുമാരൻ എന്നായിരുന്നു, കുമാരൻ. ഇനി ഇദ്ദേഹത്തിന് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ. ഇദ്ദേഹം മരിക്കുന്നത് 1939 ജൂൺ 29 കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. കേരള നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നു. ഇദ്ദേഹത്തിനെ പ്രതിയോഗികൾ പുലയൻ മത്തായി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. പുലയൻ മത്തായി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ശ്രീമൂലം പ്രജാസഭയിലേക്ക് ഇദ്ദേഹം 1921 1931 തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. സ്ഥാപിക്കപ്പെട്ട വർഷം 1909. ഇതിന്റെ ആസ്ഥാനം വരുന്നത് ഇരവിപേരൂരാണ്, തിരുവല്ല. ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഉപ ആസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞോളൂ. അമരക്കുന്നും ഉദയൻകുളങ്ങരയുമാണ് 2 ആസ്ഥാനങ്ങൾ. ഇവരുടെ പ്രധാന പ്രസിദ്ധീകരണമാണ് ആദിയാർ ദീപം. ആദിയാർ ദീപം എന്ന് പറയുന്നത് പ്രസിദ്ധീകരണമാണ്. ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ ഇദ്ദേഹത്തിന് ലഭിച്ച പേരാണ് കുമാര ഗുരുദേവൻ. പൊയ്കയിൽ യോഹന്നാന് ലഭിച്ച പേരാണ് ഏത് പേര്? കുമാര ഗുരുദേവൻ. ഇദ്ദേഹത്തിന്റെ 1-2 ഉദ്ധരണികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. കാണുന്നില്ലൊരക്ഷരവും എന്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. മുൻപിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേട്ടിരിപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു. ഭക്ഷണം കിട്ടുന്നില്ല, വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ധരണികളാണ്. ഇനി ഇദ്ദേഹം നടത്തിയ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ പരിഷ്കരണങ്ങൾ എന്തൊക്കെയാണ്? ദളിതർക്ക് വേണ്ടി പ്രത്യേകം സെപ്പറേറ്റ് പള്ളികൾ സ്ഥാപിക്കപ്പെട്ടിരുന്ന കാലമായിരുന്നു. അപ്പൊ അതിനെതിരെ ഇദ്ദേഹം ശബ്ദമുയർത്തി. ഇപ്പൊ ക്രൈസ്തവനും ഹിന്ദുവും അല്ലാതെ ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? കുമാര ഗുരുദേവൻ. ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്നു. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായി ആദ്യ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചു. ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ ഇദ്ദേഹം നിർദ്ദേശിച്ചു. അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭം നടത്തി. ഇതിൽ ഉൾപ്പെടുന്ന പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയോളൂ. വാകത്താനം ലഹള, കൊഴുക്കുംചിറ ലഹള, മംഗലം ലഹള, വെള്ളീനടി സമരം, മുണ്ടക്കയം ലഹള. ഇത്രയാണ് ഈ അടിലഹളയുടെ ഭാഗമായിട്ട് നടത്തപ്പെട്ട പ്രക്ഷോഭങ്ങൾ. ഇനി 1-ാം ലോകമഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ഇദ്ദേഹം യുദ്ധവിരുദ്ധ ജാഥ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ യുദ്ധവിരുദ്ധ ജാഥയുടെ മുദ്രാവാക്യമായിരുന്നത് സമാധാനം, ലോകത്തിന് സമാധാനം എന്നായിരുന്നു. മറ്റ് വസ്തുതകൾ: ക്രിസ്തു മതത്തിലുള്ള വിവേചനത്തിന്റെ പ്രതിഷേധമായി കുമാര ഗുരുദേവൻ ബൈബിൾ കത്തിച്ച സ്ഥലം വാകത്താനമാണ്. 1906 ബൈബിൾ കത്തിച്ച് അദ്ദേഹം പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ് രത്നമണികൾ. പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാണ്? MR രേണുകുമാറാണ്. ഓക്കെ, ഇത്രയാണ് ഇദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് ഇപ്പൊ നിലവിൽ തന്നിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് ഇദ്ദേഹത്തെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ കൂടി നോക്കാം. ഞാനിത് നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നോക്കിക്കോളൂ കേട്ടോ. ദളിതർക്ക് വേണ്ടി പ്രത്യേകം പള്ളികൾ സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ച നവോത്ഥാന നായകനാണ് ആര്? പൊയ്കയിൽ യോഹന്നാൻ. ഇദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ
ക്രിസ്തു മതത്തിലേക്ക് ആകൃഷ്ടനാകുകയും അങ്ങനെ ക്രിസ്തു മതത്തിലേക്ക് ചേർന്ന് യോഹന്നാൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചത്, അയാളുടെ പേരിവിടെ തന്നിട്ടുണ്ട് നോക്കി, മുത്തൂറ്റ് കൊച്ചുകുഞ്ഞാണ് ഇദ്ദേഹത്തിനെ ബൈബിൾ വായിക്കാനായിട്ട് പഠിപ്പിച്ചത്. ഇനി ഇദ്ദേഹം ക്രിസ്തീയ സഭകളുടെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുകയും 1906 വാഗ്ദാനത്തിനടുത്ത് ആദിച്ചൻ എബ്രാഹാമിന്റെ ഭവനത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ ബൈബിൾ കത്തിച്ചു. യോഹന്നാൻ ക്രിസ്തുമതം ഉപേക്ഷിച്ച് 1909 സമുദായത്തിന്റെ പ്രവർത്തനങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങി. ഓക്കെ, ഇനി ഇദ്ദേഹം ഗാന്ധിജിയെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. ഗാന്ധിജിയെ കണ്ടുമുട്ടിയ സ്ഥലം നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകരയിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം ആരെ കണ്ടുമുട്ടിയത്? ഗാന്ധിജിയെ കണ്ടുമുട്ടിയത്. നെയ്യാറ്റിൻകരയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ടുമുട്ടിയ നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. ഇനി ഇദ്ദേഹം അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം ഉണ്ടായിരുന്നല്ലോ, അതിലെ അംഗമായിരുന്നു. സാധുജന പരിപാലന യോഗത്തിന്റെ അംഗമായിരുന്നു. ഇനി സഭയ്ക്ക് പുറമേ നിന്നുള്ള മറ്റാരുടെയും സാമ്പത്തിക സഹായം PRDS സ്വീകരിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത് ആരാണ്? അപ്പൊ എന്താണ് PRDS എന്ന് അറിയണ്ടേ? PRDS എന്ന് പറഞ്ഞാൽ എന്താണ്? പേര് വിളിക്കണി ഉത്തരം പറയാൻ. നോക്കിയേ, നിന്റെ നുള്ളരിയും ചില്ലിക്കാശും കൊണ്ട് സഭ വളർത്തുക എന്ന് ആഹ്വാനം ചെയ്തത് പൊയ്കയിൽ യോഹന്നാനാണ്. ഇദ്ദേഹം സഭയ്ക്ക് പുറമേ നിന്ന് ഒരാളിൽ നിന്നും സാമ്പത്തിക സഹായം സ്വീകരിക്കാറില്ല, അങ്ങനെ സ്വീകരിക്കരുത് എന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. ഇത്രയാണ് നമുക്ക് ആരെ കുറിച്ച് പഠിക്കാനുള്ളത്? കുമാര ഗുരുദേവനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ഇതുവരെ പറഞ്ഞതിൽ കൺഫ്യൂഷൻസ് സംശയങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, ഓക്കെയാണ്.